നമസ്കാരം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകർക്കു നേരെയുള്ള പോലീസ് അതിക്രമം തുടരുകെ കേന്ദ്ര സർക്കാരും സമരസംഘടനയും തമ്മിൽ ഇന്ന് മൂന്നാമതും ചർച്ച നടക്കും. കർഷകർ പഞ്ചാബിൽ നിന്ന് ചൊവ്വാഴ്ച ആരംഭിച്ച ദില്ലി ചലോ മാർച്ച് ഇപ്പോഴും ഡൽഹിയിലെത്താനായിട്ടില്ല. കണ്ണീർ വാതകവും ജലപീരങ്കികളും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ച് തുരത്താനുള്ള ഹരിയാന പോലീസിന്റെ ശ്രമത്തിനിടെ കൂടുതൽ കർഷകർ അതിർത്തിയിലേക്ക് എത്തുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള കണ്ണീർ വാതക പ്രയോഗം ഇന്നലെ തുടർന്നു. തങ്ങളുടെ പരിധിയിൽ ഹരിയാന സർക്കാർ ഇത് ചെയ്തത് പഞ്ചാബ് സർക്കാരിന് കടുത്ത പ്രതിഷേധം അറിയിച്ചു. കർഷകർക്ക് ആംബുലൻസ് സൗകര്യം ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു. പോലീസ് നടപടിയിൽ 56 പേർക്ക് പരിക്കേറ്റു. 24 പോലീസുകാർക്ക് പരിക്കേറ്റതായി ഹരിയാന സർക്കാർ അറിയിച്ചു. ഇതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിന്ന് ഒരു ദിവസം അവധിയെടുത്തുകൊണ്ട് കർഷകർക്കൊപ്പം ചെലവഴിക്കാൻ ആലോചിക്കുന്നു. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ ഗുർമേഷ് സിംഗ് എന്ന കർഷകൻ രാഹുൽ ഗാന്ധിയുമായി ഫോണിൽ സംസാരിച്ചു. കർഷകർക്ക് പിന്തുണയുമായി നാളെ രാജ്യവ്യാപക പ്രതിഷേധം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഭാരതീയ കിസാൻ യൂണിയൻ പഞ്ചാബിൽ 7 ഇന്ന് റെയിൽവേ ഉപരോധിക്കും. സംഘടന ദില്ലി ചലോ മാർച്ചിൽ പങ്കെടുക്കാൻ ഇല്ലെങ്കിലും ഹരിയാന പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഐക്യദാർഢ്യം അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ സംഘമാണ് ഇന്നലെ വൈകിട്ട് 5 ഛത്തീസ്ഗഡിൽ കർഷക സംഘടനകളുമായി ചർച്ച നടത്തിയത്.